ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു ലോങ് ഫോമാറ്റ് വീഡിയോ ഒക്കെ എടുത്തിട്ട് മടിയാണ് ഗൈസ്. എപ്പോഴും എടുക്കണം എന്നൊക്കെ വിചാരിക്കും, പക്ഷെ അങ്ങ് നടക്കുന്നില്ല. ഒരു കണ്ടിന്യൂറ്റി അങ്ങ് കിട്ടുന്നില്ല. എത്രയോ വീഡിയോ കുറച്ച് എടുത്തിട്ട് അങ്ങ് ഒഴിവായ വീഡിയോസ് ഉണ്ട്. അപ്പം ഞാൻ ഇന്ന് രാവിലെ മുതലേ എടുക്കണം എന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇപ്പം സമയം 12:58 ഇതാ ഉച്ചയായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ പരിപാടി പ്രത്യേകിച്ച് എല്ലാ ദിവസത്തെ പോലെയും ഒന്നും തന്നെ ഇല്ല. എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ഒരു കൊലാബിൻ്റെ വീഡിയോ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എഡിറ്റിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ ഇപ്പം ബ്രാൻഡിന് സെൻഡ് ചെയ്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ വിൻഡോൻ്റെ സൈഡിൽ വന്നിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വീഡിയോ എപ്പോൾ എടുത്തങ്ങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളത്. എന്തോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു റോഡിൻ്റെ അപ്പുറം. പക്ഷെ ഇവിടത്തേക്ക് ഭയങ്കര സൗണ്ട് നല്ലോണം വരുന്നുണ്ട്. നിങ്ങൾക്ക് എത്രമാത്രം എന്നെ ഓഡിയബിൾ ആയിരിക്കും എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നാലും ഞാനങ്ങ് എടുക്കുക തന്നെയാണ്. അപ്പം എൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഞാൻ നിങ്ങൾക്കിന്ന് എൻ്റെ ഓണക്കോടി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ്. ഇനി ഇപ്പം പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും ഉച്ചയായല്ലോ. അമ്മ ഇന്നൊരു സ്പെഷ്യൽ ബിരിയാണിയാണ് വെച്ചിരിക്കുന്നത്. സോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് ഓഫ്. അമ്മ ഇതിങ്ങനെ തുറക്കാവോ? ഇതിൻ്റെ സാധനം എല്ലാം എടുത്തോ? അതെങ്ങനെ തുറക്കുക? എങ്ങനത്തെ കുക്കർ ആദ്യമായിട്ടാണ് ഗൈസ് കാണുന്നത്. ഇത് കുക്കർ തന്നെയല്ലേ? ഓ, തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഗൈസ്. നല്ല മണമുണ്ടമ്മേ. അമ്മ ഇരിക്കുന്ന അമ്മ എന്താ ഇന്ന് ഇതുണ്ടാക്കാന്ന് വിചാരിച്ച? അമ്മ കഴിക്കുന്ന കണ്ടപ്പോൾ എനിക്കിപ്പോൾ തന്നെ കഴിക്കണം തോന്നി. എനിക്ക് വലിയ വിശപ്പൊന്നുമില്ല, പക്ഷെ എനിക്ക് തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മോസ്റ്റ്ലി ഇങ്ങനത്തെ ബിരിയാണി ഉണ്ടാക്കാൻ പ്രിഫർ ചെയ്യുന്ന ഇഷ്ടപ്പെടുന്ന ഒരാളാണ് കഴിക്കാനൊക്കെ. അപ്പം ഞാൻ അതിൻ്റെ കൂടെ ചേന അച്ചാറാണ് എടുത്തിരിക്കുന്നത്. ചേന അച്ചാർ അടിപൊളിയാണ് കേട്ടോ. ഒരു പപ്പടം കൂടി വേണമായിരുന്നു, പക്ഷെ അടിപൊളി. ഇത് മറ്റേ നമ്മള് മിന്റില്ലേ, മിന്റ് ലീഫിൻ്റെ ഒരു ഫ്ലേവർ എടുത്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് ബിരിയാണിയാണ്. അടിപൊളി. കുറച്ച് കാലമായി കഴിച്ചിട്ട്. ഞാൻ നാട്ടിൽ വന്നിട്ട് ഓൾമോസ്റ്റ് 2 months ആവാൻ പോകുന്നു. എത്ര പെട്ടെന്ന് ആ സമയം പോയത്. 17-നായിരുന്നു തായ്ലൻഡിൽ നിന്ന് നാട്ടിൽ വന്നത്. ഇപ്പം 17 ആവാൻ പോകുന്നു. ഐ മീൻ 2ാമത്തെ മാസം 17 ആവാൻ പോകുന്നു. ഒരു നല്ല മഴയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഏത് മഴയാണെന്ന് അറിയാം, അത് പെട്ടെന്ന് ഭയങ്കര മഴ. എനിക്കാണെങ്കിൽ ചോറൊക്കെ കഴിച്ചിട്ട് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നല്ലോ. അപ്പം മധുരം കഴിക്കാൻ ഇങ്ങനെ കൊതിയാവും. അപ്പയുണ്ട് അമ്മ പറയുന്നത് നമുക്ക് പായസം വെച്ചാലോ. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ. അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കും ഷുഗർ കട്ട് ചെയ്യണം. ഇത് ഞാൻ അതിന് തൊട്ട് മുന്നേ വിചാരിച്ചാൽ ഇന്ന് മധുരം ഒന്നും കഴിച്ചില്ലെന്ന്. അപ്പോഴാണ് അമ്മ ഇത് പറയുന്നത്. അപ്പം ഞങ്ങൾ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പായസം ഇതാ ഫൈനൽ സ്റ്റേജിലേക്ക് കടന്നിരിക്കുകയാണ്. പാലട പായസമാണ് കേട്ടോ. എനിക്ക് പാലട ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റ്. നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഓണക്കോടി കാണിച്ചു തരാം. ഇതുവരെ സ്റ്റിച്ച് ചെയ്തിട്ടില്ല. ഞാൻ സാരിയാണ് എടുത്തിരിക്കുന്നത്. 2 സാരി ഞാൻ ഈ പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഇതെനിക്ക് അർജുൻ്റെ വീട്ടിൽ നിന്ന് എടുത്തു തന്ന ഓണക്കോടിയാണ് കേട്ടോ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇതുവരെ എനിക്ക് ഇതിൻ്റെ ബ്ലൗസ് അടിപ്പിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അപ്പം കല്യാണമാണ് കേട്ടോ. ഞങ്ങൾ എന്താണെന്നറിയില്ലേ, ഇപ്പം കുറച്ച് കാലമായിട്ട് എപ്പോഴും കല്യാണം തന്നെയാണ് നമ്മൾ ഷോപ്പ് ചെയ്യാറ്. അപ്പോൾ ഷോപ്പ് ചെയ്തപ്പോൾ കല്യാണം കിട്ടിയ ബാഗാണ്. അപ്പോൾ അതിൽ തന്നെ വെച്ചതാണ് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഞങ്ങൾ വാങ്ങിച്ചെങ്ങനെയാണോ വന്നത് അതുപോലെ തന്നെ ഉണ്ട്. ഇതിൽ എൻ്റെ മാത്രമല്ല അവീവേൻ്റെ ഒക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും ഞാൻ കാണിച്ചു തരത്തില്ല. അത് അവൾ അന്ന് ഇടുമ്പം കാണാം. അപ്പോൾ ഫസ്റ്റ് എൻ്റെ സാരി
ഇതാണ്. ഇത് ഒരു ഒരു പേർപ്പിളിഷ് പിങ്ക് അങ്ങനെ പറയാം നമുക്ക്. ബനാറസിയാണ് കേട്ടോ, ഒരു സെമി ബനാറസി സാരിയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനത്തെ സാരി ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമുക്ക് ഒതുങ്ങി നിൽക്കും, നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നൊന്നും പോലെ ഉണ്ടാവില്ല. ഈസി ആയിട്ട് നമുക്ക് സാരി ഇടാനും പറ്റും. ഇപ്പോൾ ഒരാളെ ഹെൽപ്പും ഇല്ലാണ്ട് എനിക്ക് ഇങ്ങനത്തെ സാരി ഇടാൻ പറ്റും. ഭയങ്കര അടിപൊളിയായിട്ട് ഞാൻ സാരി ഉടുക്കുകയല്ലെങ്കിലും ഒപ്പിക്കും ഞാൻ. അപ്പോൾ എനിക്ക് പറ്റുന്നൊരു സാരിയാണ് കേട്ടോ. ഫുൾ ഇങ്ങനത്തെ ലൈൻസ് ആണ് വരുന്നത്. കുറച്ച് ആഡംബരമായിട്ടുള്ള സാരി തന്നെയാണ്. അപ്പം ബ്ലൗസ് ഞാൻ അടുപ്പിക്കാൻ കൊടുത്തിട്ടില്ല. അപ്പം നെക്സ്റ്റ് സാരി ഞാൻ കാണിച്ചു തരാം. ഞാൻ കുറേ കാലമായിട്ട് ഒരു നല്ലൊരു ബ്ലാക്ക് ഗോൾഡൻ മിക്സ് സാരി വേണമെന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്നത്. അപ്പം മുന്നേ ഒക്കെ ഞാൻ കല്യാണത്തിൽ പോയപ്പോൾ ഇപ്രാവശ്യം തന്നെ എനിക്ക് 2-3 പ്രാവശ്യം കല്യാണത്തിൽ പോകേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കറക്റ്റ് ഓണം ഷോപ്പിങ്ങിന് ആയിട്ട് പോയപ്പോൾ കിട്ടി ഗൈസ്, കിട്ടി. അതും ഇത് എന്താ ഒരു പക്ക ഗോൾഡൻ, നമ്മൾ പൊതുവേ കാണുന്ന ഒരു ടൈപ്പ് ഗോൾഡൻ അല്ല കേട്ടോ. കുറച്ചൊരു ആൻറ്റിക് ഗോൾഡൻ ആ ഒരു ഷെയ്ഡ് വരുന്നതാണ്. കണ്ട നല്ല അടിപൊളി സാരി എന്ന് പറഞ്ഞാലുണ്ട്. ഇതും ബനാറസി, സെമി ബനാറസിയിൽ വരുന്ന തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അടുത്ത സാരി. ബ്ലൗസ് ഒന്നും അടുപ്പിച്ചിട്ടില്ല ഗൈസ്. ഞാൻ ഓണത്തിന് ഇത് ഇടുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല. കാരണം ബ്ലൗസിന് സ്റ്റിച്ച് ചെയ്ത് കിട്ടുമെന്നൊന്നും അറിയില്ല. കാരണം ഇനിയിപ്പോൾ അത്ര ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലായിടത്തിലും തിരക്കൊക്കെ ആയിരിക്കും. ഇങ്ങനത്തെ ലൈൻസാണ് ബ്ലൗസ് പീസായിട്ട് വരുന്നത്. നല്ല അടിപൊളി സാരിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുകയായിരുന്നു എനിക്ക് നല്ലൊരു ബ്ലാക്ക് സാരി കിട്ടണം എന്നുള്ളത്. അപ്പം ഇനി ഞാൻ അമ്മേൻ്റെ സാരി കൂടി കാണിച്ചു കൊടുക്കട്ടെ. ഇനി അമ്മേൻ്റെ സാരിയും കൂടി ഞാൻ കാണിച്ചു തരാം. അമ്മ ഈ സെയിം ഇതിൽ തന്നെയുള്ള സെമി ബനാറസി തന്നെയാണ് ഞങ്ങളെല്ലാവരും എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടൈപ്പ് തന്നെ വരുന്നതാണ്. അപ്പോൾ ഗ്രീൻ കളറിൽ അമ്മേൻ്റെ എന്ന് പറഞ്ഞാൽ എൻ്റെയും കൂടിയാണല്ലോ. അപ്പം എനിക്ക് ഇതിടാം. നല്ല ഗ്രീൻ കളർ, ഇങ്ങനത്തെ ഡാർക്കായിട്ടുള്ള ഗ്രീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിലും ഒരു പക്ക ഗോൾഡൻ ഷെയ്ഡല്ല ഇത്, പക്ഷെ ഒരു പക്ക ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ. ഇതങ്ങനെയാണ്. ഇത് എത്രമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഇതങ്ങനെയല്ല. ഇതൊരു ആൻറ്റീക്ക് ഒരു ഷെയ്ഡ് പോലെ വരുന്നതാണ്. നല്ല അടിപൊളി സാരിയാണ്. അപ്പോൾ ഇതൊക്കെയാണ്. ഇതല്ലാതെ വേറെ ഞാൻ 2 ധാവണി എടുത്തിട്ടുണ്ട്. അതെനിക്കൊന്ന് നമ്മുടെ നാട്ടിലെത്തിയപ്പോൾ ഞാൻ അപ്പം കല്യാണത്തിൽ പോയിട്ട് എടുത്തതാണ്. ചിലപ്പോൾ ഞാൻ അതായിരിക്കും ഓണത്തിനായിട്ട് ഇടുന്നുണ്ടാവുക. അത് സ്റ്റിച്ച് ചെയ്ത് ഓൾറെഡി സെറ്റാക്കി വെച്ചാണ്. എനിക്കിതുവരെ അത് ഇടാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇതാക്കും ഓണക്കൂടി. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മളെ ഹൈബിസ്കസിൽ നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് കളക്ഷൻസ് കൂടെ കാണിക്കാം. മുന്നത്തെ വീഡിയോയിലെല്ലാം ഞാൻ കാണിച്ചില്ലേ, അതല്ലാതെ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്. ഇതാ ഈ ഒരു ചോക്കർ കണ്ടോ. ഞാൻ സിനിമാറ്റിക്കിലാണ് എടുക്കുന്നത്, അതുകൊണ്ട് ഇടയ്ക്ക് ഇത് ഫോക്കസ് ആവേണ്ട കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ചോക്കറാണ് കേട്ടോ. ഇത് 2 ഷെയ്ഡിൽ അവൈലബിൾ ആണ്. ഒന്ന് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഷെയ്ഡും, പിന്നെ അല്ലാതെ ഇവിടെ ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ വരുന്നതുകൊണ്ട്. ഇത് കണ്ടോ, ഭയങ്കര ഇഷ്ടമായതാണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ചോക്കറായിട്ട് ഇടണമെങ്കിൽ ചോക്കറാക്കാം, അല്ലെങ്കിൽ ഇത് കണ്ടോ ഇങ്ങനെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വേറെ വേറെ രീതിക്ക് വരുന്നില്ലേ. അപ്പോൾ അതങ്ങനെയൊക്കെ നമുക്ക് നമ്മളതായ ഇഷ്ടത്തിന് നമുക്കിത് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഹെവി ആയിട്ട് വരുന്ന ഒരു മാലയാണ് കേട്ടോ. നല്ല രസമില്ലേ, നല്ല ഭംഗിയുള്ള ചെറിയ ചെറിയ കോയിൻസ് ആണ് ഇവിടെ 2 സൈഡിലായിട്ട് വരുന്നത്. ഭയങ്കര നല്ല നല്ല ക്വാളിറ്റിയിൽ തന്നെ വരുന്നതാണ്. ഒരു ആൻറ്റിക് ഷെയ്ഡൊക്കെയാണ് വരുന്നത്. ക്യാമറ സീൻ ഗൈസ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം കാണിച്ചു തരാം. എനിക്ക് ഹാരം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാണിച്ചു തരാം ഗൈസ്, നോക്ക്. ഇതിൻ്റെ ഒരു ഫിനിഷും ഇതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിലിങ് നോക്കി നോക്ക്. നല്ല ഇല്ലേ, നല്ലോണം ഇഷ്ടമായ ഒരു ഹാരമാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമുക്ക് വെഡ്ഡിങ് ആണെങ്കിലും അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റ് അങ്ങനത്തെ ഫങ്ഷന് പോലും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം നല്ല നല്ല ഫിനിഷും നല്ല അടിപൊളിയാണ്. ഞാനിപ്പോൾ എൻ്റെ ബ്രാൻഡിൻ്റെ ആയതുകൊണ്ട് പറയുന്നതല്ല, ശരിക്കും ഇത് അടിപൊളി സംഭവമാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു പാലക്ക സെറ്റാണ് കേട്ടോ. ഇതിൻ്റെ ഈ കാണിച്ചതിൻ്റെ കൂടെയൊക്കെ കമ്മൽ വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ ഒരു മിനിയേച്ചർ വേർഷനിലാണ് ഇതിൻ്റെ കമ്മൽ വരുന്നത്. ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എല്ലാ ഫോട്ടോസും അയച്ചു തന്നിട്ട് പ്രൈസും ഡീറ്റെയിൽസും ഒക്കെ പറയാനാണ് കേട്ടോ. നമ്മളൊരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെയാണ് എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത്. വലിയ പൈസയൊന്നും ഈ കാണിച്ച ഒന്നും നമ്മൾ 1000 എബോ ഒന്നും പോകുന്നില്ല. ഒരു 500
499, 300 ആ ഒരു റേഞ്ചിലൊക്കെ വരുന്ന മാലകളൊക്കെ ഉണ്ട്. ഇത് കണ്ട് ഇതൊരു കുറച്ചൊരു അൺകട്ട് സ്റ്റോൺസ് ആയിട്ട് വരുന്നതാണ്. ഇത് നമുക്ക് എന്താ നല്ല വൈറ്റ് അല്ലെങ്കിൽ ക്രീം കളർ സാരീൻ്റെ കൂടിയൊക്കെ അടിപൊളിയായിരിക്കും. അല്ലാതെ തന്നെ ഡ്രസ്സൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അങ്ങനെ സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് ഇടാൻ പറ്റുന്നൊരു മാലയാണ്. പിന്നെ വേറൊരു സെറ്റാണ് ഈ കാണുന്നത്. ഇത് മര്യാദയ്ക്ക് നിൽക്കുന്നില്ല. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ നമ്മൾ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ അയച്ചു തരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നോക്കിയിട്ട് സെലക്ട് ചെയ്യാം. ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് പീസാണ് കേട്ടോ. ഇതും നമുക്ക് ചോക്കറായിട്ടൊക്കെ നല്ല രീതിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ സിമ്പിളായിട്ടുള്ള മാലകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് ഇതാ ഈ ഒരു ഫ്ലവർ കാണിച്ചു തരാം ഞാൻ. ചെറിയൊരു ഫ്ലവർ ചോക്കറാണ്. ഇതിൽ തന്നെ ഗ്രീൻ ഷെയ്ഡിലും ഈ ഒരു മെറൂൺ ഷെയ്ഡിലും കൂടെ സ്റ്റോണ് വരുന്നതുണ്ട്. ഓൾമോസ്റ്റ് ഇത് എനിക്ക് തോന്നുന്നു 2-3 പീസസ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് തന്നെ പോയൊരു സാധനമാണ് കേട്ടോ. ഇപ്പോൾ ഓണത്തിൻ്റെ ഒക്കെ ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പോൾ കുറേ പേര് ഇതൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് പീസസ് മാത്രമേ ഈ ഒരു കാണിച്ചതിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക. ഇനി ഞാൻ കുറച്ച് ജുംക്കാസും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന കുറച്ച് ജുംക്കാസും കൂടെ കാണിച്ചു തരാം. ഈ മാല എനിക്ക് നിങ്ങളെ കാണിച്ചു തരാതിരിക്കാൻ പറ്റില്ല, അത്രയും അടിപൊളിയായിട്ട് വരുന്നതാണ്. എനിക്കൊന്ന് ഗൗണിൻ്റെ സാരി മാത്രമല്ല ഗൗണൊക്കെ അല്ലേ, നമുക്ക് നല്ല എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ട്, ഗൗണിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റുന്നൊരു ടൈപ്പ് ഓഫ് മാലയാണ്. ഭയങ്കര ട്രഡീഷണൽ ആയിട്ട് വരുന്നതല്ല. അപ്പം ഇതിൻ്റെ തന്നെ ഇതിപ്പം സ്റ്റോൺ കണ്ടോ, ഇത് ഒരു ഡാർക്ക് മെറൂൺ പിങ്കിഷ് കളറിലാണ് വരുന്നത്. ഇതിൻ്റെ തന്നെ ഗ്രീൻ കളറിൽ വരുന്ന സ്റ്റോൺ ഗ്രീൻ ആയിട്ട് വരുന്നത് നമ്മളെടുത്ത് അവൈലബിൾ ആണ്. ഇനി ഞാൻ പറഞ്ഞ ജുംക്കാസ് കാണിച്ചു തരാം. ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ബ്ലൂ കളറാണ് കേട്ടോ ഇത്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളൊരു ജുംക്കയാണിത്. നല്ല രസമില്ലേ, ഈ ഒരു ഹാങ്ങിങ് ആണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ. ഇപ്പം നേരത്തെ ഒരു ബ്ലൂ കണ്ടില്ലേ, അതിൻ്റെ ബ്ലാക്കിലും അവൈലബിൾ ആണ്. കണ്ടോ, ഇത് ഗുങ്കുരു ജുംക്കയാണ് കേട്ടോ. ഇതിങ്ങനെ സൗണ്ടാവും, ഇവിടെ ഇങ്ങനെ ചെറിയ ചെറിയ മണികളുള്ള നല്ല നല്ല നമ്മൾ പാദസരത്തിനൊക്കെ ഉണ്ടാവില്ല അങ്ങനത്തെ ജുംക്കയാണ്. പിന്നെ നമ്മളെ ബെസ്റ്റ് സെല്ലർ എന്ന് തന്നെ പറയാം ഈ ഒരു പേൾ ചോക്കർ. കാണുന്നുണ്ടോ നിങ്ങൾ? മുന്നേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിപ്പം നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തതാണ്. പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആയ ഒരു സാധനമായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു സാധനമാണിത്. ഇത് ഒരു അഡ്ജസ്റ്റബിൾ ഒരു ചോക്കറാണ് കേട്ടോ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പം ഷേപ്പ് കണ്ടോ, ഷേപ്പ് ഇതാ നമുക്കിങ്ങനെ നമ്മളെ ഇഷ്ടത്തിന് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളതായ രീതിക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു, ഇതിനെന്തായാലും പറയാം നെക്ക് കഫാണിത്. ഇത് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണ് കേട്ടോ. ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ചൊരു ഹെവി ആയിട്ട് ഒരു പെൻഡൻറ്റ് പോലെ വരുന്നതാണ്. പക്ഷെ പെൻഡൻ്റ് അല്ല, ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ട് ഇങ്ങനെ വരുന്നതാണ്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് പീസാണ്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ ഇതൊന്നും കൂടാതെ വേറെയും കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾ നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ ഫോട്ടോസും നമ്മളെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. ഇപ്പം നിങ്ങൾ ഇന്ന് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നാളെ ഇപ്പോൾ ഒരു വർക്കിംഗ് ഡേ ആണെങ്കിൽ നാളെ തന്നെ നമ്മൾ പ്രോഡക്റ്റ്സ് ഒക്കെ ഡിസ്പാച്ച് ചെയ്യുന്നതാണ്. സോ പെട്ടെന്ന് തന്നെ സാധനമൊക്കെ നിങ്ങളെ കയ്യിൽ കിട്ടുന്നതാണ്. അതുപോലെ നമ്മളെല്ലാ പ്രോഡക്റ്റ്സും ഫ്രീ ഡെലിവറിയാണ് വരുന്നത്. ഹായ് ഗായ്സ്, ഞാൻ നേരത്തെ പോയിട്ട് ഇപ്പോൾ കുറേ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഇപ്പോൾ സമയം എനിക്കൊന്ന് 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. എനിക്ക് പീരിയഡ്സ് ആവാനായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര മെൻ്റൽ ബ്രേക്ക് ഡൗൺ ആണ്. പീരിയഡ്സ് ആവുന്നതിൻ്റെ 2-3 ദിവസം മുന്നേ എനിക്ക് സംഭവിക്കും. അപ്പോൾ ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ റീൽസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നേരം നമുക്ക് വിഷമം വരാനായിട്ട് നമ്മളെ മൈൻഡ് വർക്ക് ആവുന്നത് എങ്ങനെയാണെന്നോ അതുപോലെ തന്നെ റീൽസ് വർക്ക് ആവുന്നു. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങൾ തന്നെയാണ് വരുന്നത്. അപ്പം ഞാനതൊക്കെ കണ്ട് ഇങ്ങനെ വെറുതെ ഇരുന്ന കാര്യം ഞാൻ തന്നെ ഞാനെന്തിനാ ഈ കരയുന്നത്, അങ്ങനത്തെ കരച്ചിലൊക്കെ നിർത്തി ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നതാണ്. ഇനി സ്കിൻ കെയറും ചെയ്തിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങണം. നാളെ എനിക്കൊരു ഫോട്ടോ ഷൂട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറ്റില്ല, എൻ്റെ ഫേസൊക്കെ ആകെ ഇതായിട്ടുണ്ട്. അപ്പം സ്കിൻ കെയറും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ
എൻ്റെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളും ഒക്കെ അല്ലേ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. മോയ്സ്ചറൈസർ എൻ്റെ കണ്ണൊക്കെ എന്തോ ആയിട്ടില്ലേ, എനിക്കെന്തിൻ്റെ ഭ്രാന്താന്ന് എനിക്ക് മനസ്സിലാവാത്തത്. നാട്ടിൽ വന്നേരം എനിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞേരം വന്നൊരു പിമ്പിളാണ് കേട്ടോ. ആ പിമ്പിൾ വന്നിട്ട് ഇപ്പോഴും അതിൻ്റെ ഒരു മാർക്ക് അവിടെ തന്നെ ഉണ്ട്. ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യുന്നേരം ഉള്ളിൽ എന്തോ ഒരു പിമ്പിൾ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ആകുന്നു. പുറമെ കാണാൻ ഒരു മാർക്കാണെന്നെങ്കിലും ഉള്ളിൽ എന്തോ ഒരു സാധനം ഉള്ള പോലെയൊക്കെ തോന്നുന്നു. അയ്യോ, ഞാൻ മോയ്സ്ചറൈസർ ഇട്ടില്ലേ. ഞാൻ ശരിക്കും മോയ്സ്ചറൈസറിന് മുന്നേ ഞാൻ സ്നെയിൽ മ്യൂസിൻ അപ്ലൈ ആക്കാറുണ്ടായിരുന്നു. ഞാൻ ഇതെടുത്ത് വെച്ചിട്ട് മോയ്സ്ചറൈസറിലേക്ക് പോയി. ഇത് ഡെർമക്കോടെ സ്നെയിൽ പെപ്റ്റൈഡ് 96 ഹൈഡ്രേറ്റിംഗ് സിറമാണ്. ഇത് അപ്ലൈ ചെയ്തിട്ടാണ് ഞാനിതാ ഈ ഡോക്ടർ ഷെറ്റ്സിൻ്റെ ഹൽദി ആൻഡ് ഹൈലറോണിക് ആസിഡ് മോയ്സ്ചറൈസർ അപ്ലൈ ആക്കാം. പക്ഷെ ഞാൻ അടുത്ത് മറന്നു, എനിക്ക് കണ്ണൊക്കെ എരിയുന്നു. അപ്പം ഇനി ലിപ് ബാം അക്വാലോജിക്കേണ്ട ലിപ് ബാമാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഞാൻ ഏതോ ഒരു വീഡിയോയിൽ ഷോർട്സിൽ ഇങ്ങനെ ലിപ് ബാം ഇട്ടിട്ട് നൈറ്റ് സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ലിപ് ബാം ഇട്ടിട്ട് ഞാൻ കിടന്നുറങ്ങാൻ പോകാമെന്ന് പറയുന്നൊരിതുണ്ടായിരുന്നു. അതിലാരോ കമൻറ്റ് ചെയ്ത് ഞാൻ കണ്ടു, രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ എന്തിനാ ലിപ്സ്റ്റിക് ഇടുന്നത്. ഇത് ആക്ച്വലി ലിപ് ബാമാണ്, ലിപ്സ്റ്റിക് അല്ല ഗൈസ്. അപ്പം ഇത് അക്വാലോജിക്കയുടെ ലിപ് ബാമാണ് ഞാനിപ്പോൾ ഇടുന്നത്. ഫേസ് ഒക്കെ എന്തോ ആയിട്ടില്ലേ, എനിക്ക് ഭയങ്കര ടയേർഡ്നെസ് ഉണ്ട്. 12 മണിയായി, ആ സമയത്തിൻ്റെ ഇതും കൂടെ നോക്കണം. അപ്പം അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നാളെ ചിലപ്പോൾ ഞാൻ വീഡിയോ എടുക്കും, എനിക്ക് ഉറപ്പില്ല ഷൂട്ടിൻ്റെ അത് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. കാരണം ഞാൻ ഇതിന് മുന്നേ ഷൂട്ട് ചെയ്ത് ഒരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഇതുവരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. കാരണം അത് കുറച്ച് മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് മിക്കവാറും അതെനിക്ക് ഒഴിവാക്കേണ്ടി വരും, അല്ലെങ്കിൽ നോക്കട്ടെ എന്തെങ്കിലും ചെയ്യാം. അപ്പോൾ അതാണ് പ്രശ്നം. ഫോട്ടോഷൂട്ടിനെടുക്കുക എല്ലാം കൂടി എനിക്ക് നടക്കില്ല, ഞാനാകെ സ്ട്രെസ്ഡ് ആവും. അപ്പം നാളെ രണ്ട് ഔട്ട്ഫിറ്റാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്താവോ എന്തോ നോക്കാം നമുക്ക്. നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം അതിലൊക്കെ ഞാൻ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് എന്തായാലും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ.